ഹായ് പ്യാരെ വെച്ചോ സാർ എത്തിയിട്ടുണ്ട്. നാളെയാണ് നമ്മുടെ പരീക്ഷ. വളരെ അടിപൊളിയായിട്ട് നമുക്ക് നാളത്തെ പരീക്ഷ സെറ്റ് ആക്കേണ്ടതായിട്ടുണ്ട്. ഒരുപാട് മക്കൾക്ക് ചിലപ്പോൾ ടെൻഷൻ ഉണ്ടാവും അല്ലേ? ആദ്യത്തെ പരീക്ഷയാണ്, ഈ അധ്യയന വർഷത്തെ ഓണപരീക്ഷയാണ്, ബുദ്ധിമുട്ടാണോ എന്നൊക്കെ വിചാരിക്കുന്ന മക്കളുണ്ടാവും. ഫസ്റ്റേ പറയട്ടെ, ഒരു ബുദ്ധിമുട്ടും വേണ്ട. അടിപൊളിയായിട്ട് നമ്മൾ എന്ത് ചെയ്യും, പരീക്ഷ എഴുതും. അതിന് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ധൈര്യത്തെ ഫോളോ ചെയ്താൽ മതി. അടിപൊളിയായിട്ട് എന്ത് ചെയ്യും, ഞങ്ങൾ നിങ്ങളെ പഠിപ്പിക്കും എന്നുള്ളതാണ് ഇൻട്രൊഡക്ഷൻ ആയിട്ട് അനസാറിന് നിങ്ങളോട് പറയാനുള്ളത്. അപ്പൊ അനസാർ ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത് നാളത്തെ പരീക്ഷയിൽ 4 മാർക്ക് ഉറപ്പായിട്ട് നിങ്ങൾക്ക് നേടാൻ കഴിയുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യവുമായിട്ടാണ്. അപ്പൊ ഇനി ഈ ചോദ്യം അല്ല വരുന്നത് എന്ന് വിചാരിച്ച് നിങ്ങൾക്ക് ഈ തരത്തിലുള്ള ഏത് ചോദ്യം വന്നാലും അതിലേക്ക് നിങ്ങളെ ഉത്തരത്തിലേക്ക് എത്തിക്കാൻ പ്രാപ്തിയാക്കുന്ന രീതിയിലുള്ള ഒരു വീഡിയോയുമായിട്ടാണ് അനസാർ എത്തിയിട്ടുള്ളത്. സിമ്പിൾ ആയിട്ട് അനസാറിന്റെ മക്കൾ എന്ത് ചെയ്തോ, ശ്രദ്ധിച്ചോ. നമുക്കറിയാം, നമ്മുടെ ആദ്യത്തെ പാഠഭാഗമായിരുന്നു ചട്പട് ഓർ നടുക്കട്. ഈ ഒരു കഥാപാത്രങ്ങളും ഈ ഒരു പാഠഭാഗത്തിലെ ഓരോ മൊമെന്റ്സും നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ഇങ്ങനെ തങ്ങി നിൽക്കുന്നുണ്ടാവും അല്ലെ? നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളെ പോലെയോ നിങ്ങളുടെ അനിയനെ പോലെയോ അല്ലെങ്കിൽ നിങ്ങളോട് സാമ്യമുള്ള ആരെങ്കിലും പോലെയോ നിങ്ങളുടെ കുടുംബത്തിലുള്ള ആരെങ്കിലും പോലെയൊക്കെ നിങ്ങൾക്ക് ഈ പാഠഭാഗം എടുത്തപ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകും അല്ലെ? ചട്പട് ഓർ നടുക്കട് അല്ലെ, 2 കുട്ടികളുടെ മായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കഹാനിയായിരുന്നു അല്ലെ? അപ്പം രമേശ് ഉപാധ്യായി ആയിരുന്നു ഇത് എഴുതിയിട്ടുള്ളത്. അപ്പം ചട്പട് ഓർ നടുക്കട് കിസ് വിദാ കി രചനാഹെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും കഹാനിയാണ്. ചട്പട് ഓർ നടുക്കട് കിസ് കി രചനാഹെ എന്ന് ചോദിച്ചാൽ രമേശ് ഉപാധ്യായി ആണ് എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കും. ആ ഒരു അടിസ്ഥാനമായിട്ടുള്ള ഒരു നോളജ് എൻ്റെ മക്കളുടെ മൈൻഡിൽ എല്ലാ പാഠഭാഗങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കണം. കാരണം ഈ അധ്യയന വർഷം 5 പാഠഭാഗങ്ങൾ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. റെഡി അല്ലേ? യെസ്. അപ്പൊ അതൊക്കെ എന്റെ മക്കളുടെ മൈൻഡിൽ വേണം. ചട്പട് ഓർ നടുക്കട്, രമേശ് ഉപാധ്യായിയുടെ മനോഹരമായിട്ടുള്ള ഒരു പാഠഭാഗം. എന്താണ് ആ ചോദ്യം എന്നുള്ളത് എന്റെ മക്കൾ നോക്കിക്കോ. പോസ്റ്റർ തയ്യാർ കരേ. ഈ അധ്യയന വർഷമാണെങ്കിലും അടുത്ത അധ്യയന വർഷമാണെങ്കിലും ഇനി അങ്ങോട്ടുള്ള എല്ലാ പരീക്ഷയിലും ഒരു പോസ്റ്റർ എന്തായാലും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ അത് സെറ്റ് അല്ലേ? ഇനി എന്റെ മക്കൾ നോക്കി, ചട്പടിനെ നദീമേ കൂദ്ക്കാർ. ചട്പട് എന്താ ചെയ്തത്? നദീമേ കൂദ്ക്കാർ, നദിയിലേക്ക് ചാടിയിട്ട് അല്ലെ? വെറുതെ അങ്ങനെ ചാടുവോ? ഇല്ല, അത് ചാടാൻ വേണ്ടിട്ട് ഒരു കാരണമുണ്ട്. നടുക്കടക്ക് ജാൻ ബച്ചായി, നടുക്കടിന്റെ ജീവൻ രക്ഷിച്ചു. എന്നിട്ട് പറയുന്നുണ്ട് മാൻലേ അല്ലേ? എന്നിട്ട് പറയാ ഇസ് പർ സ്കൂൾ മേ. ഇത് അറിഞ്ഞിട്ട് പിറ്റേ ദിവസം സ്കൂളിൽ എന്ത് ചെയ്തു, ഒരു ബദായി സമാരഹ് അല്ലെ, ഒരു അഭിനന്ദന പ്രോഗ്രാം എന്ത് ചെയ്യാണ്, രഹാഹേ ഹോ രഹാഹേ സംഘടിപ്പിക്കുകയാണ്. ഇസ്കേലിയെ, ഇതിനു വേണ്ടിയിട്ട് പോസ്റ്റർ തയ്യാർ കരേ, പോസ്റ്റർ തയ്യാറാക്കണം. അപ്പൊ ഇത്രേ ഉള്ളൂ. ചട്പട് എന്ത് ചെയ്യാണ്, ആ നദിയിൽ ചാടിയിട്ട് തന്റെ അനുജനായ നടുക്കടിന്റെ ജീവൻ രക്ഷിക്കാണ്. ഇത് അറിഞ്ഞ് പിറ്റേ ദിവസം സ്കൂളിലേക്ക് എത്തുന്ന നമ്മുടെ ആ ചട്പടിനെ അഭിനന്ദിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്, തീരുമാനിക്കുകയാണ്. ആ തീരുമാനത്തിന് പുറം ലോകത്തെ അറിയിക്കാൻ, ബാക്കിയുള്ള ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു പോസ്റ്റർ നമ്മൾ തയ്യാറാക്കണം. ഇത്രയേ ഉള്ളൂ. അപ്പൊ സാറേ, അത് ബുദ്ധിമുട്ടല്ലേ ഒരു പോസ്റ്ററൊക്കെ തയ്യാറാക്കാൻ? ഒരു ബുദ്ധിമുട്ടും ഇല്ലടാ. ഒരു പോസ്റ്റർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് മനോഹരമായിട്ടൊരു കള്ളി വരക്കണം. സിമ്പിൾ ആൻഡ് ഹംബിൾ ആയിട്ടുള്ള ഒരു കള്ളി എൻ്റെ എല്ലാ മക്കളും എന്ത് ചെയ്യണം, വരച്ചിടണം. മതിയോ? യെസ്. എന്നിട്ട് നമുക്ക് എന്താണോ നമ്മുടെ സബ്ജക്റ്റ്, അതായത് നമുക്ക് നാളത്തെ പരീക്ഷയിൽ എന്തിനെ കുറിച്ചിട്ടാണോ പോസ്റ്റർ എഴുതാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ളത്, ആ വിഷയം മുകളിൽ എന്ത് ചെയ്യണം, നമ്മൾ കൊടുക്കണം. അതെന്താണ്? അത് ഇതാണ്, നദീമേ കൂദ്ക്കാർ അല്ലെ? നദീമേ കൂദ്ക്കാർ, നദിയിൽ ചാടിയിട്ട്. കൂദ്ക്കർ എന്ന് പറഞ്ഞാൽ ചാടിയിട്ട്. നടുക്കടുക്കി, നടുക്കടിന്റെ. ജാൻ ബച്ചായെ, ജീവൻ രക്ഷിച്ച. ചട്പടുക്കോ, ചട്പടിനെ. ഗുരുജനോം ഓർ സഹപാഠിയോം കെ, അതായത് അധ്യാപകരുടെയും ആ സഹപാഠികളുടെയും അഭിനന്ദനം. ഇതാണ് കണ്ടന്റ്. അപ്പൊ ഇത് എവിടുന്ന് കിട്ടി സാറേ? ഇത് ഈ ചോദ്യത്തിലുണ്ട് ഈ സംഭവം അല്ലേ? അതാ ഇവിടെ നോക്ക്, ഫസ്റ്റ് തന്നെ ചട്പടിനെ നദീമേ കൂദ്ക്കർ നടുക്കടക്കി ജാൻ ബച്ചായി അല്ലെ? ഈ സംഭവം ഇവിടെ എടുത്ത് എഴുതി. ഇനി നാളത്തെ പരീക്ഷയിൽ വേറെയാണ് ചോദിക്കുന്നതെങ്കിൽ ഇതേപോലെ എന്താണ് ആ വിഷയം അവിടെ ഉണ്ടാവും, അത് ബോൾഡ് ആക്കിയിട്ടാണ് എഴുതി കൊടുത്താൽ മതി. അഭിനന്ദനാണെങ്കിൽ അഭിനന്ദൻ അതിന്റെ കൂട്ടത്തിൽ എന്ത് ചെയ്യുക, ചേർത്ത് കൊടുക്കുക. ഇനി മറ്റെന്തെങ്കിലുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്താൽ മതി, ചേർത്ത് കൊടുത്താൽ മതി. അപ്പൊ സിമ്പിൾ ആണ്. യെസ്. എന്നിട്ട് നമ്മൾ പറയുന്നത് എന്താണ് ഈ പരിപാടി? ആ ബദായി സമാരഹാണ് അല്ലെ? ഈ പ്രോഗ്രാം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ബദായി സമാരഹാണ്. പിന്നെ ഏത് പ്രോഗ്രാം നടക്കുകയാണെങ്കിലും അതിനൊരു ഡേറ്റ് വേണം, ഒരു ദിവസം വേണം, ഒരു സ്പേസ് വേണം, അഥവാ ഒരു സ്ഥലം വേണം. അത് നമ്മൾ കൊടുത്തൂടെ? അത് നമുക്ക് സിമ്പിൾ ആയിട്ട് കൊടുക്കാം. അപ്പൊ ഇവിടെ കൊടുക്കുകയാണ് 10 ജൂൺ 2024. അത് ഇന്ന ഡേറ്റിൽ നടത്തണമെന്ന് ഏത് ചോദ്യ പേപ്പറിലും ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള ഡേറ്റ് കൊടുക്കാം. പിന്നെ സമയം നമുക്ക് എപ്പോഴും കൊടുക്കുമ്പോൾ രാവിലെയാണ് നല്ലത്. സബേരെ 10 ബജേ
പിന്നെ എൻ്റെ മക്കൾക്ക് എവിടെയാണ് നടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സ്കൂൾ കൊടുക്കുക. അപ്പോൾ ഏതെങ്കിലും സ്കൂൾ കൊടുക്കേണ്ട, നിങ്ങളുടെ സ്കൂളിന്റെ പേര് കൊടുക്കുക. അവിടെ സാർ GUP സ്കൂൾ, നിങ്ങളുടെ സ്കൂൾ എവിടെയാണോ അവിടെ ആ പേര് നിങ്ങൾ കൊടുക്കുന്നു. എന്നിട്ട് ഏതൊരു പോസ്റ്ററിന്റെ അവസാനവും മോസ്റ്റ് ആൻഡ് പവർഫുൾ ആയിട്ട് നമ്മൾ എഴുതി വെക്കേണ്ട ഒരു സാധനമാണിത്, സബ്കാ സ്വാഗത് എന്ന് പറഞ്ഞാൽ എന്താ, ഓൾ ആർ വെൽക്കം, ഓൾ ആർ വെൽക്കം എന്നുള്ളത് നമ്മൾ എഴുതി വെക്കുന്നു. ഓൾ ആർ വെൽക്കം, ഓൾ ആർ വെൽക്കം. അതിമനോഹരമായിട്ട് നമ്മൾ ഇത്തരത്തിൽ നമ്മൾ എഴുതി കഴിഞ്ഞാൽ പോസ്റ്ററായി, പോസ്റ്ററിന്റെ മുഴുവൻ മാർക്കും നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പൊ നാളത്തെ പരീക്ഷയിൽ ഇതേ പോസ്റ്റർ വരണമെന്നില്ല. അനസാറിന്റെ ഈ വീഡിയോ കണ്ട ഏതൊരു മക്കൾക്കും ഏതൊരു പോസ്റ്ററിനും ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. സിമ്പിൾ ആൻഡ് ഹംബിൾ ആയിട്ട് സാധിക്കും എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ്. പക്ഷേ ഈ സംഭവങ്ങൾ നിങ്ങളുടെ മനസ്സിൽ സ്റ്റോർ ചെയ്താൽ മതി. ഇതൊന്നും കാണാതെ പഠിക്കേണ്ട ഒരു ആവശ്യമില്ല. ചോദ്യം ഇങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്, ഉത്തരത്തിലേക്ക് ഇങ്ങനെയാണ് എത്തുന്നത് എന്ന് മാത്രം എൻ്റെ മക്കളുടെ മൈൻഡിലുണ്ടെങ്കിൽ മക്കളെ നിങ്ങൾക്ക് പോസ്റ്ററിന്റെ മുഴുവൻ മാർക്ക് കിട്ടും. അത് ഈ ഒരു പരീക്ഷ എന്നല്ല, ഇനി വരുന്ന ക്രിസ്മസ് പരീക്ഷയാണെങ്കിലും പബ്ലിക് എക്സാം ആണെങ്കിലും വരുന്ന SSLC പരീക്ഷയാണെങ്കിലും എവിടെയും നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാം. സിമ്പിളായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ മാർക്കിലേക്ക് എത്താനും കൂടി വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ളത് സാർ ഉറപ്പ് തരികയാണ്. അപ്പം എൻ്റെ മക്കൾ ശ്രദ്ധിക്കേണ്ടത് എന്തുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ പോസ്റ്റർ തയ്യാറാക്കേണ്ടത്, അത് ഏറ്റവും ടോപ്പിൽ കൊടുക്കുന്നു. അത് എന്ത് പ്രോഗ്രാമാണ് അത് കുറച്ച് ബോൾഡ് ആക്കിയിട്ട് നമ്മൾ കൊടുക്കുന്നു. അതിനുള്ള ഡേറ്റ്, സമയം, സ്ഥലം നമ്മൾ കൊടുക്കുന്നു. സ്ഥലം അധികം നമ്മുടെ സ്കൂളുമായി ബന്ധപ്പെട്ടിട്ടാവും. ഒന്നെങ്കിൽ സ്കൂൾ ഹാളെന്നോ അല്ലെങ്കിൽ സ്കൂൾ ഓഡിറ്റോറിയം എന്നോ അല്ലെ, അല്ലെങ്കിൽ സ്കൂൾ സഭാഗ്രഹം എന്നോ. സഭാഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഓഡിറ്റോറിയാണ് അല്ലെ. പിന്നെ നമ്മുടെ സ്കൂളിന്റെ പേര് കൊടുക്കുന്നു. ഏറ്റവും ലാസ്റ്റ് പവർഫുൾ ആയിട്ട് നല്ല ബോൾഡ് ആയിട്ട് സബ്കാ സ്വാഗത്. ഇനി അതുമായി കണക്ട് ചെയ്തുള്ള ചിത്രം അതിൽ വരച്ചു വെക്കണം എന്നുണ്ടെങ്കിൽ പോലും അതും എൻ്റെ മക്കൾക്ക് അപ്ലൈ ചെയ്യാം സമയത്തിനനുസരിച്ച്. പക്ഷേ നമ്മൾ എഴുതുന്ന പരീക്ഷ എഴുതുന്ന ആ എഴുത്ത് കൃത്യമായിട്ട് അല്ല അടിപൊളിയായിട്ട് എഴുതാൻ വേണ്ടിയിട്ട് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യാൻ ശ്രമിക്കണം. ഓക്കെ അല്ലേ? ഒരു പ്രശ്നമില്ല, നിങ്ങളുടെ കൂടെ അനസാറുണ്ട്, ഒരു പ്രശ്നമില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, കാണാം. അപ്പൊ ഇന്ന് നമ്മുടെ മെഗാ മാരത്തോണിലൊക്കെ എല്ലാ മക്കളും പങ്കെടുക്കുക. അടിപൊളിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അവിടെയും പഠിക്കാം. അപ്പൊ നമുക്ക് വീണ്ടും കാണാം. സോ ബൈ.